നമ്മുടെ ഈ കൊച്ചു മലയാള നാട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വരെ ചർച്ച ചെയ്യപ്പെടുകയാണ് വികസന കാര്യത്തിലും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലും. അപ്പോഴാണ് വർഗീയ വികാരത്തിലൂടെ ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പറഞ്ഞു പറ്റിപ്പിച്ച് ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തിയ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഈ കൊച്ചു കേരളത്തെ ഏതു വിധേനയും തച്ചു തകർക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ വഴികളും പരാജയപ്പെട്ടപ്പോൾ സാമ്പത്തികമായി ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. അതിന് തെളിവാണ് പുതിയ ബഡ്ജറ്റിൽ കേരളം എന്ന വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. തന്നെയുമല്ല, മലയാളത്തിന്റെ ഉപ്പും ചോറും നിന്ന് അധികാരത്തിന്റെ ഇടനാഴിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാതെ പിന്നാമ്പുറങ്ങളിലൂടെ എത്തിയ രണ്ട് സഹമന്ത്രിമാർ ഈ കൊച്ചു കേരളത്തെ പിച്ചച്ചട്ടി എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതിനേക്കാൾ ഉപരി വീണ്ടും വരേണ്യവർഗത്തെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ വർഗീയ വികാരവും ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഇവർ ഭരണഘടന ലംഘിച്ചിരിക്കുന്നു, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു. ഇവർക്കെതിരെ പോരാടാൻ, ഇവരെ പുറത്താക്കാൻ നാം മലയാളികൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.